ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷൻ ഒരു ലോയറാണ്, നോട്ടറി പബ്ലിക്കാണ്. ഇപ്പോൾ ഞാൻ കോർട്ട് കമ്മീഷണറായി ജോലി ചെയ്യുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ എനിക്കെപ്പോൾ ഒഴിവ് കിട്ടണോ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഗാർഡനിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഗാർഡനിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ബോൺസൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് എൻ്റെ വളമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ മണിക്കൂറൊക്കെ ഞാനെല്ലാം ഉണ്ടാക്കാറുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ ഞാൻ എന്തൊക്കെയാണ് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓരോ വെജിറ്റബിളൊക്കെ ഞാൻ കട്ട് ചെയ്യുമ്പം അതിൻ്റെയൊക്കെ സ്കിന്ന് ഞാനിങ്ങനെ അതിനുവേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഒരു പോട്ടല്ല, ഒരു ബോക്സാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഒരു ബോക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനതൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അതിനകത്ത് നിറയെ ഞാൻ 2-3 സ്പൂണ് ടെർമറിക് പൗഡർ ഇടും. എന്നിട്ട് ഒരു 3-4 ലൈമിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് അതിലൊഴിച്ച് വെക്കും. എന്നിട്ട് അതിനകത്ത് ഞാൻ ഇതൊക്കെ ഇടും. ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ചായ ഉണ്ടാക്കുമെന്ന് വെച്ചോളൂ, ചായൻ്റെ ഞാനത് ഇതിലിടും. പിന്നെ മുട്ട ഉണ്ടാക്കിയാൽ മുട്ടേൻ്റെ എഗിൻ്റെ ഷെല്ല് ഞാൻ അതിൽ ബ്രേക്കറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇപ്പം സപ്പോസ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ സ്കിന്നിനെക്കാലത്ത്, വെജിറ്റബിളിൻ്റെ സ്കിന്നിനെക്കാലത്ത് നമ്മൾ അതൊക്കെ എല്ലാം അതിലിട്ടിട്ട് ആ ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ വീട്ടിൽ സെൽഫായിട്ട് തന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഓൾ ദ ഫെർട്ടിലൈസർ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിൽ ഞാൻ അതിനുവേണ്ടി ഞാനത് ചുമന്നരി ഞങ്ങൾ അധികം കഴിക്കാറില്ല. എങ്കിൽ തന്നെ ഞാൻ അത് വാങ്ങിച്ചിട്ട് അത് നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ചോറുണ്ടാക്കിയിട്ട് അതിൻ്റെ ചോറും വെള്ളവും എല്ലാം കൂടി ചോറ് ഞാൻ നല്ലതായിട്ട് അരച്ച് നല്ല ഡിപ്പ് ചെയ്തിട്ടിട്ട് അതിൻ്റെ വെള്ളം കൂടി കൂട്ടിയിട്ട് അതെല്ലാം ഇതിൻ്റെ ഈ ഡബ്ബയിൽ ഒഴിച്ചു വെക്കും. പിന്നെ എന്നിട്ട് അതൊരു 2 ദിവസത്തിൽ ഒരിക്കൽ ഞാൻ നല്ലതായിട്ടൊക്കെ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ എന്നിട്ട് കുറച്ചും കൂടി അതിൽ ഞാൻ ഹൽദി പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ എന്നിട്ട് ഒരു 2-3 ദിവസം 3 to 4 days, മേ ബി 5 days നമുക്ക് വെക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഞാൻ ഇളക്കിയിട്ട് പിന്നെ അത് നല്ല മിക്സ് ചെയ്ത് അത് നല്ല തുറന്ന് നോക്കുമ്പോൾ നല്ല ഒരു വളമായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ അതെടുത്തിട്ട് അത് നല്ലതായിട്ട് പിന്നെ ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്യും കഴിഞ്ഞിട്ട്. എന്നിട്ട് അത് എൻ്റെ ബാൽക്കണിയിൽ നിറയെ എൻ്റെ ടെറസ് ഗാർഡനാണ്. അപ്പോൾ എൻ്റെ ടെറസിൽ നിറയെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ആ ചെടീൻ്റെ ഒക്കെ എല്ലാം ഞാൻ അതിന് വേണ്ടി അത് യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ കൂടി വെള്ളം ഒഴിക്കും, ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ അതൊഴിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ചായ ഉണ്ടാക്കും. കുറേ ചായപ്പത്തി ഇട്ടിട്ട് ചായ പോലെ ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞ് അതിൽ ആഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല വളമാണത്. അത് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഒരു വളമാണ്, മാനുവറാണ്. അത് ഞാൻ നന്നായിട്ട് എല്ലാ ചെടിയിലും ഞാൻ ഒഴിക്കും. അത് കാരണം എൻ്റെ ബാൽക്കണീൻ്റെ ചെടിയിൽ നിറയെ പൂവുണ്ട്. അതുപോലെ എൻ്റെ വീടിൻ്റെ ഞാൻ വാഴ വെച്ചിട്ടുണ്ട്, ഒരു ബനാന ട്രീ. അത് നിറയെ ബനാന ഉണ്ടാകത്തില്ല, നോ. ബട്ട് അതിനകത്ത് നല്ല നിറഞ്ഞിട്ട് എനിക്ക് എത്രയെല്ലാം വേണം നമുക്ക് അതിനൊക്കെ ഉള്ള അതൊക്കെ എല്ലാം ഞാൻ അതിൽ നിന്ന് എടുക്കാറുണ്ട്. പിന്നെ ചകയെന്ന് പറഞ്ഞാൽ ചെമ്പകമുണ്ട്, നിറയെ പൂവുണ്ട്. പിന്നെ അതിൽ പിച്ചിയുണ്ട്, ചെറിയ പിച്ചി വൈറ്റ് ഫ്ലവറുണ്ട്. അത് ഞാൻ പറിച്ചിട്ട് അത് പൂജക്കൊക്കെ ഞാൻ യൂസ് ചെയ്യും. അത് നിറയെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റ് നിറയെ എനിക്ക് ഫ്ലവർ കിട്ടും. അത് ഞാൻ ഭഗവാന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ചെത്തിൻ്റെ ഉണ്ട് ചെടി, അതിൽ നിറയെ പൂവുണ്ടാകും. പിന്നെ വേറൊരു ചെറിയ എന്താ പറയണേ എനിക്കറിയില്ല, നാട്ടിൽ പറയും, അത് ഒരു ചെറിയ വയലറ്റ് മാതിരി ഫ്ലവർ ഉണ്ടാകുന്നത്, അതും എൻ്റെ അതിലുണ്ട്. പിന്നെ തുളസിയുണ്ട്, കെല്ലുണ്ട്, കടിപ്പത്ത ഉണ്ട്. എൻ്റെ കടിപ്പത്ത ഞാൻ എൻ്റെ വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. എൻ്റെ വീട്ടിലെ കടിപ്പത്ത ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മൾ വെറുതെ ഇങ്ങനെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കച്ചറ ഡബ്ബയിൽ തള്ളിക്കളഞ്ഞാൽ അത് വേസ്റ്റായി പോകും. ബട്ട് യു ക്യാൻ
നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ്, ദിസ് ഈസ് കോൾഡ് കമ്പോസ്റ്റ്, ചെറിയ കമ്പോസ്റ്റ്, മിനി കമ്പോസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാവരും അത് ചെയ്യാത്തതാണ്. അത് ചെയ്താൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളിലേക്ക് ആവശ്യമുള്ള ഒക്കെ മാനുവറൊക്കെ എല്ലാം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വെളിയിൽ ഇങ്ങനെ വള്ളം തപ്പിയൊന്നും നടക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് മോർ സേഫ്. നിറയെ ചെടി ഉണ്ടാകും. അതിലൊരു എന്താ പറയുന്നത്, കരയില നമ്മൾ പറയുന്ന പാവയ്ക്കേൻ്റെ ഒരു 2 ചെടീൻ്റെ ഉള്ളിൽ തനിയെ കിളിച്ച് വന്നു അതിൻ്റെ അരി വീണിട്ട് അത് ഞങ്ങളുടെ അവിടെ ഗ്രില്ലിൽ ഇങ്ങനെ പടന്ന് കിടന്നു. അത് നിറയെ കോവയ്ക്കയുടെ അങ്ങനെ ഒരെണ്ണം ഇട്ടു. അത് നിറയെ കോവയ്ക്ക. ഇതൊക്കെ നമ്മൾ പറിച്ച് ഞാൻ യൂസ് ചെയ്യും. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ചേമ്പ് നമ്മുടെ നാട്ടിൽ ചേമ്പുണ്ട്. ചേമ്പിൻ്റെ ഒരു വിത്ത് നമുക്ക് ഒരാൾ തന്നു. അത് ഞാൻ കൊണ്ടൊരു പോട്ടിൽ വെച്ചു. അത് നന്നായി വളർന്ന് ഈ വളം തന്നെ അതിന് യൂസ് ചെയ്യുന്ന ഞാൻ. അതിന് ഞാൻ എത്ര അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൻ്റെ ബാജി. ഞാൻ അതിൻ്റെ ബാജി ഉണ്ടാക്കും, അതിൻ്റെ ബജിയ ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കി ഞാൻ തിന്നും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്യണം. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിൽ തീരെ വില കുറഞ്ഞ് നിസ്സാരമായ കാര്യത്തിൽ ഇതൊക്കെയുണ്ട്. ഓർഗാനിക് മീൻസ് നമുക്ക് വളമൊന്നും വേറെ വെളിയിലെ ഇപ്പോഴത്തെ കെമിക്കൽസ് ചേർന്ന വളങ്ങളൊന്നും ഇടാതെ നമുക്ക് ഓർഗാനിക് ഫുഡ് നമുക്ക് കിട്ടും. നല്ല ഫ്ലാസ് കിട്ടും. പിന്നെ നമുക്ക് ഓക്സിജൻ ഓൾസോ നല്ലതായിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അത് കൂടുതലും പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യണം. ആണുങ്ങൾക്ക് ടൈമില്ലല്ലോ. നമ്മൾ ലേഡീസല്ലേ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ ഒരു പറയണേ, എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. എനിക്കത്ര ടൈമൊന്നും ഇല്ല, ബട്ട് എനിക്ക് എത്ര ദിവസം എനിക്ക് ടൈം കിട്ടും, ഒഴിവ് കിട്ടും എൻ്റെ പണിയിൽ നിന്ന്. ഞാൻ 2 ഓഫീസ് മാനേജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ടൈം എത്ര വീട്ടിൽ കിട്ടും. എനിക്ക് 2 പെറ്റ്സ് ഉണ്ട്, അതിന് നോക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ ഇതും ചെയ്യും. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ടൈമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്.